പ്രിയപ്പെട്ടവരെ, ഇതൊരു സങ്കടപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ്. ഇന്നലെ ഞങ്ങളെയൊക്കെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു ഈ മോൻ്റെ മരണം. സ്കൂള് വിട്ട് വീട്ടിലെത്തിയ കുട്ടിക്ക് ഭയങ്കരമായ വയറുവേദന വന്നു. സഹിക്കാൻ കഴിയാതായതോടുകൂടി ആ മോനെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. എക്സ്റേ പരിശോധിച്ചപ്പോൾ ഡോക്ടർമാർ പോലും അമ്പരപ്പെട്ടുപോയി. ഈ ഒരു 7ാം ക്ലാസ്സുകാരൻ്റെ ജീവൻ എടുത്തത് ഒരു പിന്നാണത്രേ. ആ പൊന്നുമോൻ പിന്ന് വിഴുങ്ങിയാണ് മരണപ്പെട്ടു പോയത്. സുബ്ഹാനല്ലാഹ്, ആ പിന്ന് വിഴുങ്ങിയപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും പഠിച്ച റബ്ബേ. ആ സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ നിന്നും അബദ്ധത്തിൽ ആ കുട്ടി വിഴുങ്ങിപ്പോയതാണ്. അപ്പോൾ ഈ കുട്ടി അവിടെയുള്ള അധ്യാപകരോടൊക്കെ പറഞ്ഞിരുന്നു അത്രേ. അപ്പോൾ അവരൊന്നും ഇതൊരു വലിയ കാര്യമാക്കി എടുത്തില്ല എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത്. അതുപോലെ അത് ആ കുട്ടിക്ക് വെള്ളവും ഭക്ഷണവും കൊടുത്തിരുന്നു അത്രേ. അതുകൊണ്ടാണ് ഈ പിന്ന് ആഴത്തിൽ പോയതെന്നാണ് പറയുന്നത്. എന്നിട്ടും ആ കുട്ടി വീട്ടിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അങ്ങനെ സഹിക്കാൻ പറ്റാത്ത വയറുവേദന വന്നതോടെയാണ് ആ വീട്ടുകാർ ആ കുട്ടിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. ഹോസ്പിറ്റലിലെത്തി എക്സ്റേ എടുത്തതിന് ശേഷമാണ് അവിടെയുള്ള ഡോക്ടർമാർ തന്നെ ഞെട്ടിപ്പോയത്. ഈ കുട്ടിയുടെ ശ്വാസനാളത്തിനാണത്രേ ആ പിന്ന് കുത്തിക്കയറിയത്. സുബ്ഹാനല്ലാഹ്, എല്ലാ മക്കളെയും കാക്കട്ടെ. ഇതൊരു വലിയൊരു വിഷയമാക്കേണ്ട ഒരു സംഭവമാണ്. എന്താണ് അവസ്ഥ എന്നറിയില്ല. നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ കിട്ടിയ ഈ ഒരു വാർത്തയാണ്. ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുക. സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്ത ഇങ്ങനെയായിരുന്നു. ഒക്ടോബർ 15-നാണ് തുഷാർ മിശ്ര എന്ന വിദ്യാർത്ഥി അബദ്ധത്തിൽ നോട്ടീസ് ബോർഡിൽ നിന്നും പിന്നെടുത്ത് വീങ്ങിപ്പോകുന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട തുഷാറും സഹപാഠികളും ഉടൻ തന്നെ അധ്യാപകരായ സീമയെയും ഫിറോസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. എന്നാൽ കുട്ടികൾ നുണ പറയുകയാണെന്ന് പറഞ്ഞ് അധ്യാപകർ ഇവരെ അവഗണിച്ച് തിരിച്ചയച്ചതായി പരാതിയിൽ പറയുന്നു. അതിലുപരി കുട്ടിയുടെ അവശനില മനസ്സിലാക്കാതെ ഈ പിന്ന് വിഴുങ്ങിയ വിദ്യാർത്ഥിക്ക് വെറും വെള്ളവും ഭക്ഷണവും നൽകുകയും ഇത് കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ കാരണമായെന്നും കുടുംബം ആരോപിക്കുന്നു. വീട്ടമ്മയുടെ സഹോദരന്റെ വീട്ടിലാണ് തുഷാർ താമസിച്ചിരുന്നത്. വൈകുന്നേരത്തോടെ വയറുവേദന സഹിക്കാനാവാതെ വന്നതോടെ വീട്ടുകാർ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ വെച്ചാണ് കുട്ടി താൻ പിന്ന് വിഴുങ്ങിയ വിവരം വീട്ടുകാരോട് വെളിപ്പെടുത്തിയത്. തുടർന്ന് നടത്തിയ എക്സ്റേ പരിശോധനയിലാണ് കുട്ടിയുടെ ശ്വാസകോശത്തിൽ പിൻ തറഞ്ഞു കിടന്നതായി കണ്ടെത്തിയത്. തുടർന്ന് വിദഗ്ധ ചികിത്സക്കായി തുഷാറിനെ ഭുവനേശ്വറിലെ ക്യാപിറ്റൽ ആശുപത്രിയിലേക്കും പിന്നീട് കട്ടക്കിലെ ശിശുഭവനിലേക്കും മാറ്റി. ശസ്ത്രക്രിയയിലൂടെ കുട്ടിയുടെ ശ്വാസകോശത്തിൽ നിന്ന് പിൻ നീക്കം ചെയ്യാൻ സാധിച്ചുവെങ്കിലും ആരോഗ്യനില വഷളാവുകയായിരുന്നു. അങ്ങനെ കുട്ടി കോമയിലാവുകയും ഒക്ടോബർ 26-ന് ചികിത്സയിലായിരിക്കെയാണ് തുഷാർ മിശ്ര മരണപ്പെട്ടത്. സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ അടുത്ത ദിവസം കുട്ടിയുടെ പിതാവ് പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകിയതോടെയാണ് സംഭവം പുറലോകമറിഞ്ഞത്. സംഭവത്തിൽ അധ്യാപകർക്ക് വീഴ്ച സംഭവിച്ച കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതായി പോലീസ് അറിയിച്ചു. അങ്ങനെ പോലീസ് അവിടെയുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് ഉടനെ തന്നെ ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ കുട്ടിയുടെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ആർക്കെതിരെയും കേസെടുത്തിട്ടുമില്ല. ഇങ്ങനെയായിരുന്നു ഈ ഒരു വാർത്ത. അതൊരു വല്ലാത്തൊരു സംഭവമായിപ്പോയി. വെറുമൊരു നിസാര ഒരു പിന്ന് കാരണമാണ് ആ പൊന്നുമോന് മരണപ്പെട്ടത് എന്നറിഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, പടച്ച റബ്ബേ എല്ലാ മക്കളെയും കാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.